നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫറോക്ക് പാലത്തിൽ നിന്നും ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം ഉണ്ണിയാൽ അഴീക്കൽ കടപ്പുറത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെളിമുക്ക് പടിക്കൽ സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കുറ്റിപ്പുറത്ത് ദേശീയപാത സർവേക്കിടെ പുഴയിലിറങ്ങിയ 2 ജീവനക്കാർ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചായക്കട കത്തി നശിച്ചു. കൂട്ടായി സുൽത്താൻ വളയിൽ വൈകിട്ടോടെയാണ് സംഭവം. വൻ ദുരന്തമാണ് വഴിമാറിയത്. ഓട്ടോ മറിഞ്ഞ് യുവാവ് മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മകന് ഗുരുതര പരിക്ക്. പെരിന്തല്ലൂർ ഇബ്ലീസ് പാലത്തിന് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. കേരളത്തിൽ 20,000-ന് മുകളിൽ കോവിഡ് രോഗികൾ, 20,240 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് ആശ്വാസ കണക്കുകൾ. 1,546 പേർക്ക് കൂടി രോഗബാധ. 392 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. ഫറോക്ക് പാലത്തിൽ നിന്നും ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം ഉണ്ണിയാൽ അഴീക്കൽ കടപ്പുറത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെളിമുക്ക് പടിക്കൽ സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 6-ന് കാണാതായ ചേളാരി വെളിമുക്ക് സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് ഉണ്ണിയാൽ അഴീക്കൽ കടപ്പുറത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 9:30-ഓടെയാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ താനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചമ്മാട് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യൂസഫിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ ഫറോക്ക് പാലത്തിന് സമീപത്തു നിന്നും ചെരുപ്പുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 53 വയസ്സായിരുന്നു. സെറീനയാണ് ഭാര്യ. ഷിഫാന ഷെറിൻ, ഷാമിൽ, ഷഹൽ, ഷായുഫ് എന്നിവർ മക്കളാണ്. കുറ്റിപ്പുറത്ത് ദേശീയപാത സർവേക്കിടെ പുഴയിലിറങ്ങിയ 2 ജീവനക്കാർ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ആന്ധ്ര സ്വദേശി പനീന്ദ്രയെയാണ് കാണാതായത്. ദേശീയപാത 66-ലെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായ സർവേ നടപടികൾക്കായി പുഴയിലിറങ്ങിയ സ്വകാര്യ കമ്പനി ജീവനക്കാരായ 2 യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തി. രണ്ടാമനായി തെരച്ചിൽ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ആന്ധ്ര സ്വദേശി 22-കാരനായ പനീന്ദ്രയെയാണ് കാണാതായത്. പാതയുടെ വികസനത്തിന് കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാരനാണ് ഇയാൾ. കുറ്റിപ്പുറം പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുഴയിലിറങ്ങി സർവേ നടപടികൾ പൂർത്തിയാക്കി തിരികെ കരയിൽ കയറുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. രക്തം കൊണ്ടെഴുതിയ ചരിത്രം കാവ്യം കൊണ്ട് മായ്ക്കാനാവില്ല എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചരിത്ര സഞ്ചാരം ഒരു ചരിത്രത്തിലെ പുനർവായനയായി മാറി. എടക്കുളം ജുമാ മസ്ജിദ് പരിസരത്ത് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്നും മലബാർ സമരനായകരെ നീക്കം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ചരിത്ര സഞ്ചാരം ഒരു ചരിത്രത്തിന്റെ പുനർവായനയായി മാറി. ചരിത്രം പറയുന്ന നിശ്ചല ദൃശ്യങ്ങളോടെയാണ് ചരിത്ര സഞ്ചാരം നടന്നത്. എടക്കുളം ജുമാ മസ്ജിദ് പരിസരത്ത് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടിയിൽ ഹജൂർ കച്ചേരിയിൽ ബ്രിട്ടീഷുകാർ നിയമം പാസാക്കി. പൊതുയോഗം പാടില്ല, പ്രതിഷേധം പാടില്ല, മുദ്രാവാക്യങ്ങൾ പാടില്ല. ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയും ഷൂസ് നക്കിയും ശീലമില്ലാത്ത ഞങ്ങളുടെ വല്യാപ്പമാരെ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാരന്റെ ശാസനങ്ങൾക്ക് വഴങ്ങാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് അവർ തെരുവിലിറങ്ങി. കലക്ടറും കൂട്ടരും തിരൂരങ്ങാടിയിൽ സംഘടിച്ചു. തിരൂരങ്ങാടിയ വലിയ പള്ളിയിൽ കലക്ടറുടെ നേതൃത്വത്തിൽ, പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയുടെ വലിയ പള്ളിയിലേക്ക് ഇരച്ചു കയറി. അവർ പരിശോധന നടത്തി. പൂക്കോട്ടൂരിലെ ജന്മിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത കലിപ്പുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വല്യാപ്പമാർക്ക്. വീണ്ടും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് കാണാനുള്ള മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് രോഷം കൊണ്ടിരിക്കുമ്പോഴാണ് തിരൂരങ്ങാടിയിലെ പള്ളിയിലേക്ക് കലക്ടറും പോലീസ് അധികാരികളും ബ്രിട്ടീഷ് മേധാവികളും വന്നിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടരുന്നത്. നമ്മുടെ ഇടക്കുളത്ത് നിന്ന്, നമ്മുടെ തിരൂരിൽ നിന്ന്, നമ്മുടെ പുത്തനത്താണിയിൽ നിന്ന്, ഏറനാടിന്റെ വള്ളുവനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന്, പൊന്നാനി താലൂക്കിന്റെ ഗ്രാമങ്ങളിൽ നിന്ന്, കോഴിക്കോട് താലൂക്കിന്റെ ഗ്രാമങ്ങളിൽ നിന്ന്
തിരൂരങ്ങാടിയിലെ ഹജൂർ കച്ചേരിയിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടു RSSകാരെ. ഞങ്ങൾ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് RSSകാരെയാണ്. മലബാർ സമര രക്തസാക്ഷികളായ CP മൊയ്തീൻകുട്ടി, ചോലായിൽ രായൻകുട്ടി എന്നിവരുടെ പിന്മുറക്കാർ ചരിത്ര സഞ്ചാരം ഫ്ളാഗ് ഓഫ് ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP മുഹമ്മദ് കോയ, ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ സലാം ആദവനാട, മജീദ് MP തിരുനാവായ, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് VP കുഞ്ഞാലി, ജനറൽ സെക്രട്ടറി കോട്ടയിൽ അലവി എന്നിവർ പ്രസംഗിച്ചു. തിരു വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ പരിസരത്ത് യാത്ര സമാപിച്ചു. AP സബാഹ്, KK റിയാസ്, മൻസൂർ പുല്ലൂർ, റിയാസ് പാറക്കൽ, ലത്തീഫ് പള്ളത്ത, യാഹൂബ് കോലിശ്ശേരി, ഇബ്രാഹിം ബാദുഷ, ജാസിർ പുന്നത്തല, CMT ഫാസിൽ, ഹംസ കോന്നല്ലൂർ, അഫ്സൽ മയ്യേരി എന്നിവർ നേതൃത്വം നൽകി. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് തൃശൂരിൽ കരയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ബോട്ടിലുണ്ടായിരുന്ന 6 പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പൊന്നാനി സ്വദേശിയുടെ അനസ്മോൻ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വാണാനപ്പള്ളി ചിലങ്ക ബീച്ചിലാണ് അപകടം. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ അനസ്മോൻ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. 2 ദിവസമായി യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ട് ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റു ബോട്ടിലെ തൊഴിലാളികൾ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊന്നാനി സ്വദേശിയായ ഒരാളും ബംഗാൾ സ്വദേശികളായ 5 പേരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ടിലുണ്ടായിരുന്നവരെ നിസ്സാര പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 112 വർഷം പഴക്കമുള്ള തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജില്ലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന സ്കൂളുകളിൽ ഒന്നാണ് തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ. 1909 മലബാർ എലിമെന്ററി ബോർഡിന് കീഴിൽ LP സ്കൂളായി തുടങ്ങിയ സ്കൂൾ 2013 ഗവൺമെന്റ് ഹൈസ്കൂളായി ഉയർത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് 12 ക്ലാസ് റൂമുകൾ അടങ്ങുന്ന ബഹുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 3,25 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിട നിർമ്മാണം. പുതിയ കെട്ടിടോദ്ഘാടനം കൂടി പൂർത്തിയാകുന്നതോടെ നിലവിലെ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി ക്ലാസ് റൂമുകളും ലഭിക്കും. സെപ്റ്റംബർ 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കെട്ടിടം ഓൺലൈനായി നാടിന് സമർപ്പിക്കും. ദീർഘകാലമായി നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് 3.25 കോടി രൂപ ചെലവിൽ 12 ക്ലാസ് റൂമുകൾ ഇവിടെ പണി തീർത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന നിലവിൽ പ്രീ പ്രൈമറി തലമടക്കം 2012 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഓൺലൈൻ വഴി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായിരിക്കും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി VP ജോയ്, പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS എന്നിവരും പങ്കെടുക്കും. സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ KP മജീദ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, ET മുഹമ്മദ് ബഷീർ MP, മുൻ MLA PK അബ്ദുറബ് എന്നിവർ മുഖ്യാതിഥികളാകും. തിരൂരങ്ങാടി DEO ബൃന്ദാകുമാരി പദ്ധതി അവതരണം നടത്തും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സുഹറാബി, മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇഖ്ബാൽ കല്ലുങ്ങൽ, EPS ബാവ, CP ഇസ്മായിൽ, PTA പ്രസിഡന്റ് MN മൊയ്തീൻ, MSC ചെയർമാൻ മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭാധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടി, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബീന റാണി V, PTA പ്രസിഡന്റ് MN മൊയ്തീൻ, SMC ചെയർമാൻ മുഹമ്മദ് അലി മാസ്റ്റർ പുളിക്കൽ, PTA വൈസ് പ്രസിഡന്റ് ഹംസ, PT മനോജ് കുമാർ, ഫൈസൽ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ 4 ദിവസം ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം ദുർബലമാകും. വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം ദുർബലമാകും. വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. ഇന്ന് കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 7 ജില്ലകളിൽ മഴയുണ്ടാകും. ചൊവ്വാഴ്ച 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചായക്കട കത്തിനശിച്ചു. കൂട്ടായി സുൽത്താൻ വളയിൽ വൈകിട്ടോടെയാണ് സംഭവം. വൻ ദുരന്തമാണ് വഴിമാറിയത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കൂട്ടായി സ്വദേശി ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കത്തിനശിച്ചത്. കടയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. തീ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഓടിക്കൂടി തീയണയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ കത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഭ്രാന്തിയിൽ വെള്ളം എടുത്ത് കഴിക്കാൻ നോക്കി. പക്ഷേ പറ്റില്ല. നമ്മൾ അവനോട് പറയും, ആ കടക്കാരനോട് പറയും ഗ്യാസ് വിട്ടിട്ട് പുറത്തിലാണ്. അപ്പോഴത്തേന് കത്തിൽ ഓവറായി പോയി. ഗ്യാസ് ആയതുകൊണ്ട്
ഈ പെട്ടെന്ന് അണക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ നമ്മളെ സേതൻ ഓടി വന്ന് അപ്പോൾ രണ്ടാളും കൂടി ഇതെങ്ങനെയൊക്കെ അണക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങളും ശ്രമിച്ചു. ആർക്കും പരിക്കൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അതിലേക്ക് വീണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബോധവൽക്കരണം കൊടുക്കണം. ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ എങ്ങനെ കെടുത്താം എന്നുള്ളൊരു ബോധവൽക്കരണം കുറേ ആളുകൾക്ക് അറിയില്ല. മിക്കവാറും ആളുകൾക്ക് അറിയില്ല. ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതിനുള്ള ബോധവൽക്കരണം ഈ ഫയർഫോഴ്സിൻ്റെ അല്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് കൊടുക്കണം കടക്കാർക്ക്. അത് എന്തായാലും നിർബന്ധമാണ്. കാരണം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് എത്തുന്നവർക്ക് ഇത് കത്തിത്തീരാവുന്ന സമയം ഉണ്ടാവുള്ളൂ. ഫയർ സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് സംഘമെത്തിയത്. തിരു മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായി തിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരു മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും ഓയിസ്ക ഇന്റർനാഷണലും സംയുക്തമായാണ് അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. തിരു ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രാഥമിക ചികിത്സാ രീതികളെക്കുറിച്ചും അപകടങ്ങളിൽ പെട്ടാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചും പഠന ക്ലാസ് നടന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ആളുകൾ വീണ് മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിരുന്ന് പോകുമ്പോഴോ ടൂറ് പോകുമ്പോൾ അല്ലേ, അങ്ങനെയാണ്. വിരുന്ന് പോകുന്ന സമയത്ത് ടൂർ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ ആദ്യം ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ അറിയാത്ത വെള്ളത്തിൽ ഞാനോ എൻ്റെ കുട്ടികളോ കളിക്കാൻ പോവില്ല. അറിയാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പരിചയമില്ലാത്ത സ്ഥലം. അത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്ത് വന്നാലും ശരി, ഞാൻ എന്താക്കൂല, അറിയാത്ത വെള്ളത്തിൽ ഞാൻ കളിക്കില്ല. അറിയാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു വെള്ളത്തിൽ ഞാനോ എൻ്റെ കുട്ടികളെ കളിക്കാൻ ഞാൻ വിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും പങ്കെടുത്തു. സെക്രട്ടറി അൻവർ സാദ് കള്ളിയത്ത്, ചെയർമാൻ ഷാഫി ഹാജി കൈനിക്കര, ഓയിസ്ക ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് ഹാജി, ഓയിസ്ക പട്ടാമ്പി സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ, അഷ്റഫ് മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, ഫൈസൽ ബാബു, ഡോക്ടർ ഹുസൈൻ, അബ്ദുൽ ഖാദർ കൈനിക്കര, ഫൈസൽ, സുബാൻ, റഷീദ്, ഷാഫി സബ്ക, സൈദലവി, ഷൈജു ഫ്ലവർ എന്നിവർ പങ്കെടുത്തു. നാടിന്റെ രക്ഷക്കായി നാനാ വിഭാഗം ആളുകൾ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എന്നാൽ അതിനേക്കാളും ചിലപ്പോൾ പ്രധാനപ്പെട്ട വളരെ വളരെ നിർണായകമായ സാഹചര്യങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ഫോഴ്സസ് എന്ന് പറയുന്നത്. അവരിത് എന്ത് ത്യാഗ മനസ്ഥയോടുകൂടിയാണ് നമ്മളെ കാണാൻ വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിവാഹവേദിയിൽ പാലിറ്റീവ് കെയറിന് സ്മാർട്ട് ഫോൺ സമ്മാനിച്ച് നവദമ്പതികൾ. കൂട്ടായി സ്വദേശി ഷെരീഫിന്റെ മകൾ ഷറഫിയയും ഭർത്താവ് നൌഷാദും ചേർന്നാണ് നിക്കാഹ് വേദിയിൽ വെച്ച് സ്മാർട്ട് ഫോൺ കൈമാറിയത്. കൂട്ടായി സ്വദേശി ഷെരീഫിന്റെ മകൾ ഷറഫിയയും ഭർത്താവ് നൌഷാദും ചേർന്നാണ് കാരുണ്യ പ്രവർത്തനത്തിലൂടെ പുതുജീവിതം ആരംഭിച്ചത്. കൂട്ടായി ചൈതന്യ പെയിൻ ആൻഡ് പാലിറ്റീവിനാണ് ഇവർ സ്മാർട്ട് ഫോൺ നൽകിയത്. പാലിറ്റീവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാണ് വിവാഹ സമ്മാനമായി ചൈതന്യയ്ക്ക് സ്മാർട്ട് ഫോൺ സമ്മാനിച്ചതെന്ന് ദമ്പതികൾ പറഞ്ഞു. ചൈതന്യ പാലിറ്റീവ് മുഖ്യരക്ഷാധികാരി CP ഇസ്മായിൽ ഹാജി മൊബൈൽ ഫോൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ അഡ്വക്കേറ്റ് P നസറുള്ള, സലാം താണിക്കാട്, PK യാസിൻ, TBR കൂട്ടായി, ചൈതന്യ PRO താഹിർ കൂട്ടായി, VV മുജീബ്, KP മജീദ്, PP ഷിയാബ്, എടപ്പയിൽ നസ്രു, സിദ്ദീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. JCI വാരാഘോഷത്തിന്റെ ഭാഗമായി താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാക്സിനേഷൻ ക്യാമ്പിലേക്ക് JCI തിരൂർ ഭക്ഷണവും സാനിറ്റൈസറും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ ഏറ്റുവാങ്ങി. JCI വാരാഘോഷത്തിന്റെ ഭാഗമായി താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാക്സിനേഷൻ ക്യാമ്പിലേക്കാണ് JCI തിരൂർ ഭക്ഷണത്തിനുള്ള തുകയും സാനിറ്റൈസറും മാസ്കും നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ ഏറ്റുവാങ്ങി. തിരൂരിലെ പ്രവർത്തകർ വളണ്ടിയർമാരായി പ്രവർത്തിക്കുകയും ചെയ്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന സംഘടന യുവജന വ്യക്തിത്വ വികസന സംഘടനയാണ് പറയുന്നതിൽ കൂടി സമൂഹത്തിനും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ എവിടെയെങ്കിലും പറ്റുമോ ആ സ്ഥലത്തൊക്കെ ഇടപെടണം എന്നുള്ളതാണ് മിഷനായിട്ട് പറയുന്നത്. To provide development opportunities that empower young people to create positive changes എന്നതാണ്. വികാസിക്കാൻ എന്തൊക്കെ അവസരങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കണമെന്നുള്ളതാണ്. ചടങ്ങിൽ JCI തിരൂർ പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ, മുൻ പ്രസിഡന്റ് VV സത്യാനന്ദൻ, സെക്രട്ടറി മനു ആന്റണി, ഹനീഫ് ബാബു, ദിനേശ്, ജർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മണലിപ്പുഴ CH റോഡ് ഉദ്ഘാടനം ചെയ്തു. ഉഴൂർ പഞ്ചായത്ത് 7-ാം വാർഡിലെ മണലിപ്പുഴ CH സ്മാരക റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. മുൻ പഞ്ചായത്ത് അംഗം N അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ വാർഡംഗം AT സുബൈദ ഉദ്ഘാടനം ചെയ്തു. സുബൈർ കണിയേരി, AGC ഇബ്രാഹിം, നീലങ്ങത്ത് സൈദലൈ, ഇസ്മായിൽ, ഖാലിദ്, ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഓട്ടോ മറിഞ്ഞ് യുവാവ് മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മകന് ഗുരുതരമായി പരിക്കേറ്റു.
പെരിന്തല്ലൂർ ചെറുവർപ്പ് റോഡ് ഇബിലിസ് പാലത്തിന് സമീപം വെച്ചാണ് വൈകിട്ടോടെയാണ് അപകടം നടന്നത്. അജിതപ്പടി സ്വദേശി മണ്ണൂപ്പറമ്പിൽ അയ്യപ്പന്റെ മകൻ ജയനാണ് മരണപ്പെട്ടത്. അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന മകൻ യാദവിന് പരിക്കേറ്റു. കുട്ടിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകനുമൊത്ത് സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. കവിതയാണ് ഭാര്യ, ദിയ മകളാണ്. തിരൂർ മണ്ഡലത്തിൽ AYF യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. തെക്കുമുറി യൂണിറ്റ് സമ്മേളനം AYF ജില്ലാ കമ്മിറ്റി അംഗം അരുൺ ആർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ മണ്ഡലത്തിൽ AYF യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. തെക്കുമുറി യൂണിറ്റ് സമ്മേളനം AYF ജില്ലാ കമ്മിറ്റി അംഗം അരുൺ ആർ ഉദ്ഘാടനം ചെയ്തു. അഷറഫ് കേക്കേലത്ത് അധ്യക്ഷനായിരുന്നു. KP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ഷിനോജ് തെക്കുമുറി അനുശോചന പ്രമേയവും നയൻകൃഷ്ണ കാടായിൽ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. AYF മണ്ഡല സെക്രട്ടറി രജീഷ് കാടായിൽ, CPI ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഹബീബ്, സുധീർ അനാര തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് ലൈൻ പൊന്മുണ്ട ബൈപ്പാസ് പൂർത്തീകരിച്ച് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നയൻകൃഷ്ണ കാട്ടായലിനെ പ്രസിഡന്റായും അഷറഫ് കിഴക്കേതിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി UK അഭിലാഷ് അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി പോലീസ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥയായ റാബിയ സൈഫിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി UK അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓരോ ദിവസവും ഓരോ പെൺകുട്ടി പിച്ച് ചീന്തപ്പെടുകയാണ്. അവരുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഇത് ഇൻസിഡന്റുകൾ ഒരിക്കലും മാറുന്നില്ല. ഓരോ ദിവസവും ഓരോ പുതിയ പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അത് മാറി മറഞ്ഞു പോകുന്നു എന്നല്ലാതെ യാതൊരു മാറ്റവും ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നില്ല എന്നുള്ള നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യത്തിനെതിരായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട് അധ്യക്ഷനായിരുന്നു. ജംഷീർ പാറയിൽ, റിയാസ് MT, അഡ്വക്കേറ്റ് സബീന, അരുൺ ചമ്പ്ര, വിജയൻ ചമ്പഞ്ചേരി, നൌഷാദ് പരന്നേക്കാട, ഷബീർ നെല്ലിയാളി, ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നൌഫൽ മേച്ചേരി, ആമിനമോൾ, EK സൈനുദ്ദീൻ, യൂസഫ് തറമൽ, അൻസാർ, അയ്യൂബ് കൂത്തുപറമ്പിൽ, ഷാജാൻ അമേങ്കര തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വാഹനം ഓടിക്കുന്നവർ നിയമം പാലിച്ചാൽ കുടുംബങ്ങളുടെ കണ്ണീർ ഇല്ലാതാക്കാമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. റോഡ് സുരക്ഷാ നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. തിരുവങ്ങാടിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷാ നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് തിരൂരങ്ങാടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വാഹനവുമായി നിരത്തിലിറങ്ങുന്നവർ റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചാൽ ഓരോ കുടുംബത്തിന്റെയും കണ്ണുനീർ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നിന്നും ഒരു ബസ് കൃത്യമായി റോഡ് നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കോഴിക്കോട് നിന്നും 3 മണിക്കൂർ കൊണ്ടാണ് തൃശ്ശൂർക്ക് എത്തിക്കുന്നത്. എത്ര മണിക്കൂറുണ്ട്? കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറത്തെടുത്ത് കൃത്യമായി നിയമം പാലിച്ച് വാഹനം ഓടിച്ച് 3 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർക്ക് എത്തുന്നു. തിരൂരങ്ങാടി താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ 2ാം ഘട്ട ട്രെയിനിങ്ങിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ബോധവത്കരണ ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. TDRF ജില്ലാ ചീഫ് കോർഡിനേറ്റർ M ഉമർ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. T ലബീബ്, സൈദലവി വള്ളിക്കുന്ന്, സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേപ്പുരം പുത്തൻതെരു മഹല്ല് കമ്മിറ്റി അനുമോദിച്ചു. മഹല്ല് ഖത്തീബ് ഷെരീഫ് സൈസി മയ്യരിച്ചിറ ഉദ്ഘാടനം ചെയ്തു. കേപ്പുരം പുത്തൻതെരു മഹല്ല് കമ്മിറ്റിക്ക് കീഴിലുള്ള ഖുവ്വത്തുൽ ഇസ്ലാം മഹല്ല് യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മഹല്ലിലെ SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. മഹല്ല് ഖത്തീബ് ഷെരീഫ് സൈസി മയ്യരിച്ചിറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തെ ഓർമ്മ ഉണ്ടാകണം. നീ പഠിക്കുമ്പോൾ നിന്റെ പഠനത്തിൽ ഏകനായ റബ്ബിനെ കുറിച്ച് ഓർക്കണം. നിനക്ക് അല്ലാഹ് തന്ന കഴിവ്, ദൈവം തന്ന കഴിവ്. എത്രയോ കുട്ടികൾ നമ്മുടെ കൂടെ പഠിക്കുമ്പോ ഒരു വട്ടം മാഷമാരുടെ വായിൽ നിന്ന് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ അത് ഹൃദിസ്ഥമാകുന്നുണ്ടെങ്കിൽ 100 വട്ടം കേട്ടാൽ പോലും മനസ്സിലാകാത്തവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ഉറപ്പൊഴിവാക്കി ദിവസങ്ങളോളം ഉറപ്പൊഴിവാക്കി പഠിച്ചാലും മണ്ടയിലേക്ക് കയറാത്ത കുട്ടികൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോ എത്രയോ പരീക്ഷകളെ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ട് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ വിജയം തന്ന ഏകനായ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നീ ഓരിപ്പടിക്കണേ. സയ്യിദ് പൂക്കോയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു. റൌഫ് മാസ്റ്റർ കാച്ചടിപ്പാറ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ജംഷീർ മാസ്റ്റർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ അബു ഹാജി, സൈദലവി ഹാജി, മൂത്താട് യൂസഫ്, ഹംസാജി, മച്ചിങ്ങൽ സൈദലവി, കളിത്തടത്തിൽ ബാവ, KP ബാവ, ബീരാൻകുട്ടി ബാവ, ആഷിഖ്, മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ന് മുകളിൽ തുടരുന്നു. 20,240 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,15,575 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ DPR 17.51%. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ന് മുകളിൽ തന്നെ തുടരുകയാണ്. ഞായറാഴ്ച 20,240 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,572 രോഗികളുള്ള എറണാകുളമാണ് രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ. 287 രോഗികളുള്ള കാസർഗോഡാണ് ഏറ്റവും കുറവ് രോഗികളുള്ളത്. 24 മണിക്കൂറിനിടെ 1,15,575 സാമ്പിളുകൾ പരിശോധിച്ചു. TPR 17.51%. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7-ന് മുകളിലുള്ള 794 തദ്ദേശ സ്ഥാപന വാർഡുകളാണുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,03,315 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 5,72,761 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. 30,554 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1,993 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 67 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 22,551 ആയി. 19,251 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 774 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 114 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 101 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 29,710 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത്. ഇതോടെ 2,22,255 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 41,30,065 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. മലപ്പുറത്ത് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ആശ്വാസമാകുന്നു. 1,546 പേർക്ക് കൂടി രോഗം ബാധിച്ചു. DPR 16.58%. 392 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിൽ 1,546 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 16.58% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം ജില്ലയ്ക്ക് ആശ്വാസമായി 3,092 പേർ രോഗമുക്തരായതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 4,97,520 ആയി. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിക്കുന്നത്. 1,485 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. 4 ആരോഗ്യ പ്രവർത്തകർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 3 പേർക്കും രോഗബാധയുണ്ടായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 27 പേർക്കാണ് രോഗം ബാധിച്ചത്. 61,703 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 26,675 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 761 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 332 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 131 പേരും നിരീക്ഷണത്തിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 154 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. കരിപ്പൂർ വിമാനാപകടത്തിന് കാരണം പൈലറ്റിന്റെ വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ലാൻഡിംഗ് മാനദണ്ഡം കൃത്യമായി പാലിക്കാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്ന 1 വർഷത്തിന് ശേഷമാണ് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ ദീപക് സൈത്ത ലാൻഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ദുരന്തത്തിന് വഴിവെച്ചതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റൺവേയിൽ നിന്ന് മുന്നോട്ട് മാറി ലാൻഡ് ചെയ്തത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും വിമാനത്തിന്റെ ഗതി നിയന്ത്രിച്ചതിൽ പൈലറ്റിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗോ എറൗണ്ട് നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. മുന്നറിയിപ്പുകൾ അവഗണിച്ച അമിത വേഗതയിൽ വിമാനം മുന്നോട്ട് പോയെന്നും അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. വിമാനത്തിന്റെ ഇരുവശങ്ങളിലെ ടാങ്കുകളിൽ നിന്നും ഇന്ധനം ചോർന്നതായും വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ തള്ളിക്കളയാനാകില്ലെന്നും 257 പേജുകളുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് പഠിച്ച ശേഷമാവും വ്യോമയാന മന്ത്രാലയം തുടർ നടപടി സ്വീകരിക്കുക. 2021 ഓഗസ്റ്റ് 7 നടന്ന അപകടത്തിൽ 2 പൈലറ്റുമാരും മരിച്ചിരുന്നു. അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവരികയും അപകട കാരണം ഔദ്യോഗികമായി തന്നെ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വൻകിട വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കണമെന്ന് വിമാനത്താവള അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫറോക്ക് പാലത്തിൽ നിന്നും ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം ഉണ്ണിയാൽ അഴീക്കൽ കടപ്പുറത്ത് കരക്കടിഞ്ഞതിൽ കണ്ടെത്തി. വെളിമുക്ക് പടിക്കൽ സ്വദേശി ചെറുതായത്ത് യൂസഫിന്റെ മൃതദേഹമാണ് കരക്കടിഞ്ഞതിൽ കണ്ടെത്തിയത്. കുറ്റിപ്പുറത്ത് ദേശീയപാത സർവേക്കിടെ പുഴയിലിറങ്ങിയ 2 ജീവനക്കാർ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചായക്കട കത്തി നശിച്ചു. കൂട്ടായി സുൽത്താൻ വളയിൽ വൈകിട്ടോടെയാണ് സംഭവം. വൻ ദുരന്തമാണ് വഴിമാറിയത്. ഓട്ടോ മറിഞ്ഞ് യുവാവ് മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന മകന് ഗുരുതര പരിക്ക്. പെരിന്തല്ലൂർ ഇബ്ലീസ് പാലത്തിന് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്.
കേരളത്തിൽ 20,000-ന് മുകളിൽ കോവിഡ് രോഗികൾ, 20,240 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് ആശ്വാസ കണക്കുകൾ. 1,546 പേർക്ക് കൂടി രോഗബാധ. 392 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.